നമ്മൾ ഫോൺ ഉപയോഗിച്ചതിനെ പറ്റിയുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ പുതിയ ഫോണിലൊക്കെ ഡിജിറ്റൽ വെൽബീങ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു സംഭവമുണ്ട്. സെറ്റിങ്സിൽ അങ്ങനെ ഒരു ഓപ്ഷൻ കാണാം പുതിയ ഫോണിലൊക്കെ. എന്നാൽ അത് ഓപ്പൺ ചെയ്താൽ ചില കാര്യങ്ങൾ മാത്രം നമുക്ക് അനലൈസ് ചെയ്യാൻ കഴിയും. നമ്മളെ ഫോണിലുള്ള മൊത്തം കാര്യങ്ങളും അനലൈസ് ചെയ്യാൻ എന്ത് ചെയ്യും? അതിന് ഫോണിൽ ഓപ്ഷനില്ല. മൊത്തം കാര്യങ്ങളും അനലൈസ് ചെയ്യാൻ നമുക്ക് യൂസേജ് അനലൈസർ എന്ന് പറയുന്ന ഒരു ചെറിയ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ അനലൈസ് ചെയ്യാം, എങ്ങനെയൊക്കെ ഇത് ഉപയോഗിക്കാം, അതൊക്കെ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് നമ്മളെ ഫോണിപ്പം സുഹൃത്തുക്കൾ ആരെങ്കിലും വാങ്ങി ഉപയോഗിച്ച് അല്ലെങ്കിൽ കുട്ടികൾ ഉപയോഗിച്ച് മറ്റാരെങ്കിലും ഉപയോഗിച്ചാൽ അവരെന്താണ് ഉപയോഗിച്ച്, എത്ര സമയം ഉപയോഗിച്ച്, അതിൻ്റെയൊക്കെ കറക്റ്റ് ഡീറ്റെയിൽ നമുക്ക് കിട്ടുക ഈ യൂസേജ് അനലൈസർ കൂടെ കഴിയും. ഇതെങ്ങനെ ഉപയോഗിക്കുക? ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നമ്മളിതൊന്ന് ഉപയോഗിച്ച് നോക്കുക. ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഓപ്പൺ ചെയ്താൽ നമ്മളെ ഏജ് കൺഫേം ചെയ്യണം. നിങ്ങളെ ഏജ് ഒന്ന് കൊടുക്കുക. ജസ്റ്റ് ഒരു ഏജ് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഏജ് അങ്ങ് കൊടുത്തേക്കുക. ഏജ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഇൻ്റർഫേസിൽ നമ്മളെ ഫോണിലുള്ള മൊത്തം ആപ്ലിക്കേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ വരും. അതും ഓരോന്നും എത്ര സമയം ഉപയോഗിച്ച് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഒന്നാമത്തെ ടാബാണ് നമുക്ക് ഓപ്പൺ ആകുക. ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വാട്സപ്പാണ്. എത്ര മണിക്കൂർ ഉപയോഗിച്ച് എന്ന് പറയുന്നുണ്ട്. ഇത് നമുക്ക് ഷോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലാസ്റ്റ് 4 ആഴ്ചത്തേതാണ് ഇതിൽ കാണിക്കുന്നത്. 4 ആഴ്ചയിൽ എത്ര സമയം നമ്മൾ ഓരോന്നും ഉപയോഗിച്ചെന്ന് ഇതിൽ കാണിക്കാം. ഇനി അതിൻ്റെ തൊട്ടടുത്ത ടാബിലേക്ക് ഇവിടെ നമുക്ക് 4 ആഴ്ച ഓരോന്ന് ഉപയോഗിച്ചതിൻ്റെ ഒരു ഗ്രാഫായിട്ട് തന്നെ കാണും. അത് ഓരോന്നും എത്ര സമയം ഉപയോഗിച്ചിക്ക്, എത്ര ശതമാനം ഉപയോഗിച്ചിക്ക് അവിടെ നിന്നും കാണാം. ഇനി അടുത്ത ടാബിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇതിൻ്റെ ഒരു ഗ്രാഫ് പോലെ കാണും. ഇവിടെയാണ് കറക്റ്റായിട്ട് നമുക്ക് കാണാനാകുന്നത് ഓരോ ആപ്ലിക്കേഷനും അല്ലെങ്കിൽ ഓരോ സെറ്റിങ്സും അത് ഏത് സമയത്ത് ഉപയോഗിച്ച്, എത്ര സമയം ഉപയോഗിച്ച് എന്നുള്ള ഡീറ്റെയിലാണ് നമുക്കിവിടെ കാണാനാകുക. ലാസ്റ്റ് ഞാൻ ഈ ഫോണിൽ ഉപയോഗിച്ച കാര്യം ഡിജിറ്റൽ വെൽബീങ് എന്ന് പറയുന്ന സെറ്റിങ്സ് ആണ്. അത് ഏത് സമയത്താണ് ഞാൻ ഉപയോഗിച്ചത്, അത് എത്ര സമയം ഉപയോഗിച്ച് എന്നുള്ള ഡീറ്റെയിൽ ഇവിടെ കാണുന്നുണ്ട്. പിന്നുള്ളത് യൂട്യൂബ്. ഇതിന് തൊട്ട് മുമ്പ് ഞാൻ യൂട്യൂബാണ് ഉപയോഗിച്ചത്. അത് 12 മണിക്ക് 4 മിനിറ്റ് ഉപയോഗിച്ചെന്ന് കാണിക്കുന്നുണ്ട്. ഇനി അതിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ഇവിടെ ഡീറ്റെയിൽ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഉപയോഗിച്ച ആ ഡീറ്റെയിലും ഇവിടെ കിട്ടും. ഇതുപോലെ ഓരോ ആപ്ലിക്കേഷനും, ഫോണിലുള്ള ഓരോ ആപ്ലിക്കേഷനും ഓരോ സെറ്റിങ്സും അത് ഏത് സമയത്ത് എത്ര മിനിറ്റ് അല്ലെങ്കിൽ എത്ര മണിക്കൂർ എത്ര സെക്കൻഡ് ഉപയോഗിച്ചെന്ന് നമുക്ക് കറക്റ്റായിട്ട് ഇതിൽ കാണിക്കാം. ഇനി അടുത്ത ടാബിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ ആപ്ലിക്കേഷനും എത്ര സ്റ്റോറേജ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ഡീറ്റെയിലും നമുക്കിവിടെ കാണിക്കും. ഇതിൽ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ എത്ര ഫ്രീ ഉണ്ട്, ഇൻറ്റേർണൽ സ്റ്റോറേജ് ടോട്ടൽ എത്ര ഉണ്ട്, അത് രണ്ടും കാണിക്കുന്നുണ്ട്. അത് കൂടാണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഗൂഗിളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. നിങ്ങളെ ഫോണിൽ ഏതാ നോക്കുക. അങ്ങനെ ഓരോ ആപ്ലിക്കേഷനും എത്ര ശതമാനം അല്ലെങ്കിൽ എത്ര MB സ്റ്റോറേജ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം. അതിലും ഓരോന്നിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സമയത്താണ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തത്, അപ്ഡേറ്റ് ചെയ്തത്, എപ്പാണ് സ്റ്റോറേജ് ഉപയോഗിക്കുന്നത്, എത്ര പേജ് ഉപയോഗിച്ച്, സർവീസ് എത്രയാണ്, പെർമിഷൻ എന്തൊക്കെ കൊടുത്തേക്ക്, അങ്ങനെയുള്ള ഡീറ്റെയിൽ കംപ്ലീറ്റ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാനാവും. ഇനി അടുത്ത ടാബിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ വൈഫൈ, മൊബൈൽ ഡാറ്റ ഇത് രണ്ടും ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് എത്രത്തോളം ഡാറ്റ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ആ ഡീറ്റെയിലും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡാറ്റ എൻ്റെ വൈഫൈ ഡാറ്റ ഉപയോഗിക്കുന്നത് യൂട്യൂബാണ്, 10.45 GB. അതുപോലെ ഓരോ ആപ്ലിക്കേഷനും എത്ര ഡാറ്റ ഉപയോഗിച്ചെന്നുള്ള വിവരവും നമുക്ക് ഇതിലറിയാം. അതുമാത്രമല്ല നമ്മൾ ഇവിടെ കാണിക്കുന്ന ഈ സോർട്ട് ചെയ്ത ഡേറ്റിനുള്ളിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ എത്ര ഡാറ്റ ഉപയോഗിച്ചെന്നുള്ള ഡീറ്റെയിൽ നമുക്കിവിടെ കിട്ടും. ഇനി ലാസ്റ്റ് ടാബിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഫോണിൽ നമ്മൾ ഓരോ ആപ്ലിക്കേഷനും ഒരുപാട് പെർമിഷനുകൾ കൊടുത്തിട്ടുണ്ടാവും. ഏതൊക്കെ പെർമിഷന് ഏതൊക്കെ ആപ്ലിക്കേഷനാണ് കൊടുത്തതെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടുന്ന് മനസ്സിലാക്കാനാവും. അങ്ങനെ അനാവശ്യമായിട്ടുള്ള പെർമിഷൻ ഏതെങ്കിലും ആപ്ലിക്കേഷന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ചെക്ക് ചെയ്തിട്ട് ഫോണിൻ്റെ സെറ്റിങ്സ് പോയിട്ട് അത് മാറ്റാനും കഴിയും. ഇപ്പം മൈക്രോഫോൺ പെർമിഷൻ എത്ര ആപ്ലിക്കേഷന് കൊടുത്തേക്ക്, ഒരുപാട് ആപ്ലിക്കേഷന് മൈക്രോഫോൺ പെർമിഷൻ കൊടുത്തേക്ക്. അതും ഓരോന്നും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിലും നമുക്ക് മനസ്സിലാക്കാനാവും. ഇങ്ങനെ ഫോണിലുള്ള A to Z കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു സംഭവമാണ് ഈ യൂസേജ് അനലൈസർ. ഒരു പ്രാവശ്യം ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഒന്ന് നോക്കുക. പിന്നെ കുട്ടികളെത്തൊക്കെ ഫോൺ കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ കുട്ടികൾ ഏതൊക്കെ ആപ്ലിക്കേഷൻ എത്രയൊക്കെ സമയം ഉപയോഗിച്ചിരിക്കും എന്നുള്ള ഡീറ്റെയിൽ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ സുഹൃത്തുക്കൾ ഫോൺ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവരെന്തൊക്കെയാണ് നോക്കിയത്, എത്ര സമയം നോക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനാവും. ഇത് നിങ്ങൾക്ക് ഉപകാരം തോന്നിക്കേണ്ട ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കേണ്ട ഒരു ലൈക്കും കൊടുത്തേക്ക്. പാവം നമുക്കൊരു ബൂസ്റ്റും ആയിക്കോട്ടെ എന്ന്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.